ഹല്ലേലൂയ. ദൈവശക്തിയും സ്നേഹവും സമാധാനമൊക്കെ അനുഭവിക്കുന്നവർ ഉണ്ടെങ്കിൽ ചിരിച്ചോണ്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു ഹല്ലേലൂയ പറഞ്ഞ് ഹല്ലേലൂയ. എത്ര ദൈവമക്കൾ പറയും? എത്ര പേർക്ക് സന്തോഷമുണ്ട്? ചിരിക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ചിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഇന്നത്തെ മെസ്സേജ് കഴിയുമ്പോൾ നിങ്ങൾ പൊട്ടിച്ചിരിക്കും. നിങ്ങളുടെ മേൽ ആ ഒരു ലാഫിങ് അനോയിൻറ്റിങ് നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുകയാണ്. ചിരിക്കാനുള്ളൊരഭിഷേകം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ചിരിക്കാൻ പറ്റിയത് ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ മേൽ വന്നപ്പോഴാണ്. ഞാൻ പൊതുവെ ഇച്ചിരി ആയിരുന്നു. ഇപ്പോഴും ചിലർ പറയും, ഇയാളുടെ മുഖം കണ്ടാൽ കടിച്ച പൊട്ടത്തില്ലല്ലോടോ എന്ന് പറയും. ചിരിക്കാൻ ചിലപ്പോൾ തോന്നാറുണ്ട്, ചിലപ്പോൾ അങ്ങനെ ഇരിക്കും മുഖം. പക്ഷെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കാരണം ആ ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത് കൊണ്ടാണ്. പൊതുവെ ഞാൻ ആള് പാവമാണെങ്കിലും, വെളി പറയണ്ട, ആള് പാവമാണെങ്കിലും മുഖം കണ്ടാൽ ഗൗരവക്കാരനാണെന്ന് തോന്നും. ഹല്ലേലൂയ. എന്തായാലും ഞാൻ എൻ്റെ അപ്പായുടെ സന്നിധിയിലേക്ക് വന്നാൽ ഞാൻ ചിരിക്കും. അപ്പായുടെ സന്നിധിയിലേക്ക് വന്നാൽ ഞാൻ സന്തോഷിക്കും. അപ്പായുടെ കാരണം നിങ്ങളും ആ ദൈവ സാന്നിധ്യം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് എനിക്ക് ആ ദൈവ സാന്നിധ്യത്തിനകത്ത് സന്തോഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഹോളി സ്പിരിറ്റിൻ്റെ പവർ നമ്മുടെ എല്ലാം കൺസെപ്റ്റുകൾക്ക് അപ്പുറമാണ്. ദൈവത്തിൻ്റെ ശക്തിയെ നമ്മൾ കേവലം കൈയടിക്കാനും ആത്മഭാഷകൾ പറയാനും വീര്യപ്രവർത്തികൾക്കും ഒരു വിടുതലിനും വേണ്ടി മാത്രമാണ് മനസ്സിലാക്കിയിരിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അതിനേക്കാളും അപ്പുറമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തിയും പ്രവർത്തനങ്ങളും. ഞാൻ കരുതുന്നില്ല ഒരു മനുഷ്യർക്കും പൂർണ്ണമാകുന്ന അളവിൽ ഹോളി സ്പിരിറ്റിൻ്റെ നേച്ചർ മനസ്സിലാക്കാൻ കഴിയുമെന്ന്. പൂർണ്ണമാകുന്ന അളവിൽ എത്ര അനോയിൻറ്റഡ് ആയിട്ടുള്ളൊരു മനുഷ്യനും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികളെ അല്ലെങ്കിൽ രീതികളെ, ചലനങ്ങളെ പൂർണ്ണമായ ഒരു നിലയിൽ അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം അവിടെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ നമ്മൾ കേവലം തിയററ്റിക്കലായിട്ട് മാത്രം നമ്മൾ അതിനെ ഇങ്ങനെ സമീപിക്കുന്നത് കൊണ്ട് ഹോളി സ്പിരിറ്റിൻ്റെ പ്രവൃത്തികളെ പലപ്പോഴും മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്നാൽ പൂർണ്ണമായും സ്വാതന്ത്ര്യം പൂർണ്ണമായും ഒരു സ്വാതന്ത്ര്യം ലഭിച്ചാൽ അമാന്തം കൂടാതെ ഏതൊരു വ്യക്തിയിലേക്കും അവൻ്റെ ഡിനോമിനേഷൻ നോക്കാതെ, അവൻ്റെ കളറ് നോക്കാതെ, അവൻ്റെ എബിലിറ്റി നോക്കാതെ ഏതൊരു വ്യക്തിയിലേക്കും കടന്നു വരാൻ, സന്ദർശിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിത്വമാകുന്നു പരിശുദ്ധാത്മാവിൻ്റേത്. ഒരു ക്രിസ്ത്യൻ ലൈഫിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രാധാന്യം വാക്കുകൾക്കും അപ്പുറമാണ്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമില്ലാതെ ഈ മീറ്റിംഗ് നടക്കത്തില്ല. അതിലും വലിയൊരു വാക്കാണ്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമില്ലാതെ കണ്ടിന്യൂവേഷൻ ഉണ്ടാകത്തില്ല. മീറ്റിംഗ് നടക്കുമായിരിക്കും, ഇന്ന് നടക്കും, നാളെയും നടക്കും, മറ്റന്നാൾ നടക്കണമെന്നില്ല, അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ദിവസം നടന്നെന്നിരിക്കും, പിന്നെ അടുത്ത ദിവസം നടക്കണമെന്നില്ല. കണ്ടിന്യൂവേഷൻ, നിങ്ങൾ ആ വാക്ക് വിട്ടുകളയരുത്. കണ്ടിന്യൂവേഷൻ, തുടർച്ച ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാകണമെങ്കിൽ അത് ഏതൊരു മേഖലയിലാണെങ്കിലും ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഹോളി സ്പിരിറ്റിൻ്റെ ആ ഒരു അനോയിൻറ്റിങ്ങും ഹോളി സ്പിരിറ്റിൻ്റെ ആ ഒരു ലീഡർഷിപ്പും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഒരു ഹോളി സ്പിരിറ്റിനാൽ, പരിശുദ്ധാത്മാവിനാൽ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീവിതവും ഒരു കുടുംബവും ഒരു മിനിസ്ട്രിയും ആണെങ്കിൽ അതിനകത്ത് ഒരു തുടർച്ചയുണ്ടായിരിക്കും. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനകത്ത്, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിനകത്ത്, നിങ്ങളുടെ കുടുംബ ജീവിതത്തിനകത്ത്, തൊഴിലിനകത്ത്, വരുമാനങ്ങൾക്കകത്ത്
നിങ്ങളുടെ ഓരോ പദ്ധതികൾക്കകത്ത്, നിങ്ങൾ ആവിഷ്കരിക്കുന്ന പദ്ധതിക്കകത്ത് ഒക്കെ തുടർച്ചയുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഹോളി സ്പിരിറ്റിൻ്റെ കൺട്രോൾ നമ്മുടെ ലൈഫിലുണ്ടായിരിക്കണം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ മാത്രം എടുത്ത് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരിക്കലും ഈ മെസ്സേജ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് എനിക്ക് പൂർണ്ണമായി പ്രസംഗിച്ച് തീർക്കാൻ പറ്റത്തില്ല. നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുക. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ ഒത്തിരിയും കാര്യങ്ങൾ നടക്കുമെന്ന് ഒറ്റവാക്കി പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്തുന്നു. ഒത്തിരിയും കാര്യങ്ങൾ നടക്കും. അതിൽ പ്രധാനപ്പെട്ട ഒന്നും പ്രധാനമായും ഉണ്ടായിരിക്കേണ്ട ഒരു വസ്തുതയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു സ്വഭാവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ധൈര്യം ഉണ്ടാകണം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവെങ്കിൽ ഭയം വിട്ടുമാറണം എന്ന ഒരു ഘടകം അവിടെയുണ്ട്, ഒരു കണ്ടീഷൻ അവിടെയുണ്ട്. ധൈര്യം ഒരു വ്യക്തിക്ക് ഉണ്ടാകണമെങ്കിൽ ഭയം ഒരു വ്യക്തിയെ വിട്ടുമാറണം. ഞാൻ ഈ പറഞ്ഞത് ചെറിയൊരു കാര്യമാണ് എന്ന് നിങ്ങൾ കരുതരുത്. ഭയത്തിൻ്റെ ഒരംശം മതി ദൈവത്തിൻ്റെ പ്രവൃത്തി ലീഗലി നമ്മുടെ ലൈഫിൽ തടയാൻ. ഭയത്തിൻ്റെ ഒരംശം മതി ഒരു രോഗി സൗഖ്യമാകാതിരിക്കാൻ. ഭയത്തിൻ്റെ ഒരംശം മതി നമ്മുടെ കഴിവുകൾ കംപ്ലീറ്റ് ആയിട്ടും ബാൻ ചെയ്യാൻ, ലീഗലി ബാൻ ചെയ്യാൻ. ഭയത്തിൻ്റെ ഒരംശം മതി നമുക്ക് നമ്മെക്കുറിച്ച് തന്നെയുള്ള എല്ലാ മതിപ്പും കോൺഫിഡൻസും നഷ്ടപ്പെടാൻ. ഭയത്തിൻ്റെ ഒരംശം മതി പരാജയം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറാതിരിക്കാൻ. പത്രോസ് സക്സസ് ആയത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാവോ? പത്രോസ് ഒരു സക്സസ് ആയിരുന്ന മനുഷ്യനാണോ? അല്ല. പത്രോസ് സക്സസ് ആയിരുന്നൊരു മനുഷ്യനല്ല. പത്രോസ് അധ്വാനിയായിരുന്നു, കഠിനാധ്വാനിയായിരുന്നു, വേല ചെയ്യുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ ആളൊരു സക്സസ് ആണെന്ന് പറയാനൊക്കത്തില്ല. നിങ്ങൾ സക്സസ് ആണോ? നിങ്ങൾക്ക് സക്സസ് ആകാൻ കഴിയും. പത്രോസ് സക്സസ് ആയിരുന്നോ? അല്ല. പത്രോസ് ജോലി ഇല്ലാതിരുന്നോ? ഇല്ല. പത്രോസ് ജോലി ചെയ്തു, പക്ഷെ പത്രോസ് സക്സസ് അല്ല. എന്നാ പത്രോസ് ആരായിരുന്നു? പത്രോസ് ഭീരുവായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇങ്ങനൊരു വാക്യം കാണാം. അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്. ഉറക്കെ പറയണമെങ്കിൽ എന്തോ വേണം? ഉറക്കെ പറയണമെങ്കിൽ ശബ്ദം വേണം. ഇനി എൻ്റെ ചിന്ത ഇതാ, ഉറക്കെ പറയാൻ ശബ്ദം മാത്രം മതിയോ? വായ് തുറന്നു. ഒന്ന്, പ്രവൃത്തി ശ്രദ്ധിക്കണം നിങ്ങൾ. വായ് തുറന്നു. വായ് തുറക്കാൻ ജീവൻ മാത്രം മതിയോ? പോരാ. 2, ഉറക്കെ പറഞ്ഞു. ഉറക്കെ പറയാൻ ശബ്ദം മാത്രം മതിയോ? പോരാ. ഉറക്കെ വായ് തുറന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം എനിക്കൊരു കാര്യം അനുഭവപ്പെട്ടു. ഒരു വ്യക്തി മറ്റൊരാളോട് ചെന്ന് ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തി മറ്റൊരാളോട് ചെന്നൊരു കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു മര്യാദയ്ക്ക് പറയേണ്ട ഒരു കാര്യമാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ലാത്തൊരു കാര്യം, ഒരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ മറുപടി പറയുക. ഇപ്പം എൻ്റെ അടുത്തിരുന്ന വ്യക്തി അവരുടെ അടുത്തിരുന്ന് ഈ കാര്യത്തിൻ്റെ മറുപടി പറയുമ്പോൾ അവര് വാ തുറന്ന് സംസാരിക്കുന്നെങ്കിലും വാക്കുകൾ മുറിഞ്ഞു പോകുന്നു, ചുണ്ട് വിറയ്ക്കുന്നു, ആകെ മൊത്തം ഷിവർ ചെയ്ത് സംസാരിച്ച് വല്ല വിധേനെ സംസാരിച്ച് മുഴുമിപ്പിച്ചു. ആ ആൻസർ കേട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, ആൾക്ക് നല്ല സ്ട്രെസ് ഉണ്ടെന്ന് തോന്നുന്നു എന്ന് ഞാനും കൂടെ അങ്ങോട്ട് പറഞ്ഞു. പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ആളോട് ചോദിച്ചു, തനിക്ക് എന്താ പറ്റിയേ? നീ എന്തിനാ ഇങ്ങനെ സ്ട്രെസ് അടിക്കുന്നത് എന്ന് ചോദിച്ചു. എടാ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അവരോട് നിന്ന് സംസാരിച്ച സമയത്ത് എനിക്ക് ഒരു കാര്യമില്ല, അനാവശ്യമായിട്ട് എന്നെ ഇങ്ങനെ ഈ ഭയം ഭരിക്കുക, എന്നാൽ എനിക്ക് ഭയത്തിൻ്റെ ഒരു കാര്യമില്ലടാ. പക്ഷേ എനിക്ക് ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ, ഞാൻ ആരുടെങ്കിലും മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ അത്ര പോരാ. എനിക്ക് അവരെ ഫേസ് ചെയ്യാനൊരു ബുദ്ധിമുട്ട്, എനിക്ക് അവരോട് സംസാരിക്കാനൊരു ബുദ്ധിമുട്ട്, എനിക്ക് അവരുടെ കണ്ണി നോക്കാനൊരു ബുദ്ധിമുട്ട്, അവരോട് എനിക്ക് ചിരിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല, അവരോട് മാക്സിമം ഞാൻ ഒഴിഞ്ഞു മാറുന്നൊരു അനുഭവം. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ജീവിതത്തിൽ പലരും അങ്ങനെ ഉണ്ട് കേട്ടോ. ഒഴിഞ്ഞു മാറുന്നു.
നിങ്ങളിതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. ഒഴിഞ്ഞു മാറുന്നു കഴിവില്ലാഞ്ഞിട്ടാണോ? ആൾക്കാരുടെ വായിൽ നിന്നൊരു ചോദ്യം കേൾക്കാൻ ആഗ്രഹിക്കാതെ ആളെ കാണുമ്പോൾ മറഞ്ഞു നിൽക്കുന്നു. നിങ്ങൾക്ക് സംസാരിക്കാൻ മലയാളം അറിയാൻ പാടില്ലാഞ്ഞിട്ടാണോ? പക്ഷെ നിങ്ങൾ തന്നെ നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ മറയ്ക്കുന്നു. ഇത് സ്വാഭാവികമല്ല. പത്രോസ് ഇവിടെ എഴുന്നേറ്റ് നിന്നു എന്ന് പറയണമെങ്കിൽ ഇത് സ്വാഭാവികമൊന്നുമല്ല. പത്രോസ് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത വ്യക്തിയാണ്. കാരണം നിൽക്കുന്നത് ചെറിയ ആൾക്കാരുടെ മുമ്പിലൊന്നുമല്ല, പല രാജ്യക്കാരുടെ മുമ്പിലാണ് പൗലോസ് നിൽക്കുന്നത്. കാരണം രണ്ടാമത്തെ അധ്യായം വായിക്കുമ്പോൾ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. എന്തായിരിക്കും ഇവർ അന്യഭാഷകളിൽ സംസാരിച്ചത്? ഇവർ ഒത്തിരി കാര്യങ്ങൾ അന്യഭാഷകളിൽ സംസാരിച്ചു. അതിൽ പത്രോസ് സംസാരിച്ച അന്യഭാഷകളിൽ ഒന്നെന്ന് പറയുന്നത് തന്നിൽ തന്നെ നിലനിന്ന് തന്നെ ഒരു പരാജിതനാക്കുന്നതും, തന്നിൽ തന്നെ നിലനിന്ന് താൻ നിൽക്കുന്ന ആ ഒരു എൻവയോൺമെന്റിൽ ചുറ്റിത്തിരിഞ്ഞ് പത്രോസിനെ ഒരു പരാജയക്കാരനാക്കുന്നതും, പത്രോസിനെ ഒരു ഭീരുവാക്കുന്നതും, പത്രോസിന്റെ നിയോഗങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നതും, പത്രോസിന്റെ മേൽ പകരപ്പെടാനുള്ളതിനെ ബ്ലോക്ക് ചെയ്യുന്നതുമാകുന്ന സ്പിരിറ്റിനോട് അന്യഭാഷകളിൽ, ആത്മഭാഷകളിൽ പത്രോസ് സംസാരിച്ചു എന്നുള്ളത് എനിക്ക് തിരുവെഴുത്ത് വായിക്കുമ്പോൾ വെളിപ്പാടിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം 11 പേർ അവിടെ മിണ്ടാതെ നിന്നപ്പോൾ അതിന്റെ നടുവിൽ നിന്ന് സംസാരിക്കാൻ, നിന്ന് വായ് തുറന്ന് ഉച്ചത്തിൽ സംസാരിക്കാൻ, ചുണ്ട് വിറയ്ക്കാതെ സംസാരിക്കാൻ, കണ്ണിൽ നോക്കി സംസാരിക്കാൻ, പല രാജ്യക്കാരും പല ഭാഷക്കാരുമായിട്ടുള്ളവരോട് ഉച്ചത്തിൽ സംസാരിക്കാൻ പത്രോസിന് കഴിയണമെന്നുണ്ടെങ്കിൽ ഇത് വെറും മനുഷ്യാത്മാവിന്റെ കളിയല്ല. ഇത് അഗ്നിജ്വാല പോലെ ഒന്ന് പത്രോസിന്റെ മേൽ പതിച്ചതിന്റെ ഗുണമാണ്. ഇന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുന്നു, അന്യഭാഷകളിൽ എന്തുവാ നിങ്ങൾ ഇങ്ങനെ ആർക്കും മനസ്സിലാകാതെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയാട്ടെ, അവനവൻ ആത്മീക വർധനവ് എപ്പോൾ വരുത്തുന്നോ ആ സെക്കൻഡിലെ പല മേഖലകൾക്കകത്തും വർധനവ് മാനിഫെസ്റ്റ് ചെയ്യത്തുള്ളൂ. ഹല്ലേലൂയ. പത്രോസിനെ ബ്ലോക്ക് ചെയ്തത് ചെറിയ രീതിയിലൊന്നും അല്ല. പത്രോസിനെ ഒരു പരാജയത്തിന്റെ സമയത്താണ് യേശു കണ്ടുമുട്ടുന്നത്. ആൾ ആദ്യമായിട്ട് കടലിൽ പോയി നമുക്ക് തോന്നും കേൾക്കുമ്പോൾ. പക്ഷേ അദ്ദേഹത്തിന്റെ തൊഴിലേ അത് തന്നെയാണ്. ആ തൊഴിലിലാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. ഹല്ലേലൂയ. ദൈവത്തെ കണ്ടുമുട്ടാൻ ഒരു കാരണം, അത് മാത്രമായിട്ട് പത്രോസ് ആ പരാജയത്തെ കണ്ടാൽ മതി. ഇന്ന് എന്നെ കാണുന്ന ഒത്തിരി പത്രോസുമാരോട് ഞാൻ ആത്മാവിൽ പറയാം, കർത്താവിനെ കണ്ടുമുട്ടാനുള്ളൊരു കാരണമായി ചില തകർച്ചകളെ കണ്ടാൽ മതി. കർത്താവിനെ കണ്ടുമുട്ടാനുള്ള ഒരു കാരണമായി വേദനകളെ കണ്ടാൽ മതി. കർത്താവുമായി കൂടുതൽ അടുക്കാനുള്ളൊരു കാരണമായി പരാജയങ്ങളെ കണ്ടാൽ മതി. യേശു കൊടുത്ത കോച്ചിങ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര വ്യത്യസ്തമാകുന്ന കോച്ചിങ്ങാണ്. കാര്യം എന്താ? ഒരിക്കൽ പോലും പത്രോസിന്റെ വീട്ടിൽ പോയിരുന്നപ്പോൾ കർത്താവിന് കോച്ച് ചെയ്യാൻ പറ്റിയില്ല, കർത്താവിന് ടീച്ച് ചെയ്യാൻ പറ്റിയില്ല. എപ്പോഴും കർത്താവുമായിട്ട് ചേർന്ന് നടക്കുമ്പോഴെല്ലാം സ്വർഗരാജ്യത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും ഉപമകളിലൂടെയും പല രീതിയിലും ഇവരെ കർത്താവ് ടീച്ച് ചെയ്തുകൊണ്ടേയിരുന്നു. ഇവരെ മോൾഡ് ചെയ്തെടുക്കുമായിരുന്നു. കർത്താവ് മോൾഡ് ചെയ്തെടുക്കുമായിരുന്നു. ഹോളി സ്പിരിറ്റ് ഒരു വ്യക്തിയുടെ ലൈഫിൽ വരുമ്പോൾ, നമ്മളിപ്പോൾ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ കൊടിയ കാറ്റടിക്കുന്നത് പോലെ, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവ് പോലെ, കൊടിയ മുഴക്കത്തോടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ഭയങ്കര ഭൂമി കുലുക്കം പോലെയാണ് നമ്മൾ ഹോളി സ്പിരിറ്റിനെ മനസ്സിലാക്കുന്നത്. ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ
ആദ്യം നടക്കുന്നത് മോൾഡിങ്ങാണ്. മോൾഡ് ചെയ്ത് റിപ്പയർ ചെയ്ത് പണിതെടുക്കും. ഏതൊരു മനുഷ്യൻ്റെ ലൈഫിലേക്കും ഹോളി സ്പിരിറ്റ് വരുമ്പോൾ ആദ്യം നടക്കുന്നത് പണിയാണ്. എവിടെയാണെന്നറിയാവോ? മാനസിക തലങ്ങളിൽ. എപ്പോഴും ബ്രോക്കൺ സോളുമായിട്ടാണ് എല്ലാ മനുഷ്യരും നടക്കുന്നത്. എല്ലാ മനുഷ്യരും ഡാമേജ്ഡ് ആയിട്ടുള്ള സോളുമായിട്ടാണ് നടക്കുന്നത്. സോളിനകത്തൊരു പണി നടക്കണം. നിങ്ങൾക്ക് ഭയത്തെ അതിജീവിക്കാൻ പറ്റുന്നില്ലേ? നിങ്ങൾക്ക് പാപ സ്വഭാവത്തെ അതിജീവിക്കാൻ പറ്റുന്നില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ പ്രെയർ ലൈഫിൽ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടുന്നില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം 1-2 ദിവസം നടത്തിയിട്ട് പിന്നെ അതിനെ ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയിലാണോ? നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയേ. അങ്ങനത്തെ അവസ്ഥയിലാണോ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോയിട്ട് നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അങ്ങോട്ട് നിങ്ങളെ അങ്ങോട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ലാത്ത പോലത്തെ അവസ്ഥയാണോ? നിങ്ങൾ ടെസ്റ്റുകൾ പലവട്ടം എഴുതിയിട്ട്, അത് OET ആകട്ടെ, എന്തോ ആകട്ടെ, ഇൻക്ലക്സ് ആകട്ടെ, എന്തോ ആകട്ടെ, നിങ്ങൾ പല തരത്തിലുള്ള എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ട് ടെസ്റ്റുകൾ എഴുതിയിട്ട് നിങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങളൊരു പരാജയത്തിൻ്റെ അവസ്ഥയിലേക്ക് പോവുകയാണോ? നിങ്ങൾക്ക് ഇന്ന് ക്ഷണിക്കാവോ ഹോളി സ്പിരിറ്റിനെ നിങ്ങളുടെ ലൈഫിലേക്ക്? ഇന്ന് ക്ഷണിക്കാമോ? എന്താ ചെയ്യുക? ഹോളി സ്പിരിറ്റ് വന്നാൽ ഉടനെ നിങ്ങളെ കൊണ്ടിരുത്തിയിട്ട് ആ എക്സാം എഴുതിച്ച് പാസ്സാക്കി നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് തരുന്ന പരിപാടി അല്ല കേട്ടോ ഇത്. ഹോളി സ്പിരിറ്റ് ഇപ്പോൾ യാത്രയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓടി ഇങ്ങോട്ട് ഹോളി സ്പിരിറ്റ് വന്ന് നേരെ എടുത്ത് നിങ്ങളുടെ വിസ എടുത്ത് സ്റ്റാമ്പ് അടിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്ന പരിപാടി ഒന്നും അല്ല കേട്ടോ ഇത്. നിങ്ങൾക്ക് ഹോളി സ്പിരിറ്റിനെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചാൽ ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങൾക്കൊരു ശക്തി അനുഭവിക്കാൻ പറ്റും. ശക്തി അനുഭവിക്കാൻ പറ്റും, പക്ഷെ മുൻപേ നിങ്ങളെന്ന വ്യക്തിയുടെ മാനസിക തലങ്ങളെയാണ് പരിശുദ്ധാത്മാവ് സന്ദർശിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തിയെ ഇപ്പൊ ദീപു ഹോളി സ്പിരിറ്റിനെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ ഭൂമി കുലുക്കവും എടുത്തിട്ട് മറിക്കുന്ന പരിപാടിയായിട്ട് മാത്രമല്ല പരിശുദ്ധാത്മാവ് ലൈഫിലേക്ക് വരുന്നത്. അങ്ങനെയൊക്കെ വരും, അതൊക്കെ സംഭവിക്കും. പക്ഷേ ആദ്യം ഞാൻ എന്ന വ്യക്തിയിൽ ഒരു അനലൈസിങ് നടത്തും ഹോളി സ്പിരിറ്റ്. ഞാൻ എന്ന വ്യക്തി എത്രത്തോളം പണിയപ്പെടാനുണ്ട് എന്നുള്ള ഒരു പരിശോധന പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ലൈഫിൽ നടത്തും. കാരണം ഇന്നെന്ന ദിവസം മാത്രം വന്ന് നമ്മളെ സന്തോഷിപ്പിച്ചിട്ട് പോകേണ്ട ഒരു ഗസ്റ്റ് അല്ല ഹോളി സ്പിരിറ്റ്. ഇന്ന് വന്ന ഇന്നത്തെ മീറ്റിംഗ് ഒന്ന് കലക്കനായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഒന്ന് ചാർജ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ബലപ്പെടുത്താൻ ഒരു പ്രവചനമൊക്കെ അങ്ങോട്ട് ഇട്ട് തന്ന് നിങ്ങളെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് ഇതാ പോകുന്നു, പിന്നെ നാളെ വിളിക്കുമ്പോൾ വരാമെന്ന് പറയുന്ന ഗസ്റ്റ് അല്ല ഹോളി സ്പിരിറ്റ്. മനസ്സിലാക്കണേ, തെറ്റിപ്പോലെ. ഗസ്റ്റ് അല്ല ഹോളി സ്പിരിറ്റ്. He is a part of me. He is a family member. നമ്മുടെ കൂടെ ജീവിക്കേണ്ട, എന്നിലത്തെ ഒരു വ്യക്തിത്വമായി തന്നെ ജീവിക്കേണ്ട ഒരംഗമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ്. He is a comforter. He is a comforter. Hallelujah. ഞാൻ ഇത്ര കംഫർട്ടായിട്ട് നിന്ന് സംസാരിക്കുന്നത് പുസ്തകം നോക്കാതെ, റെഫറൻസുകൾ നോക്കാതെ ഇത്ര കംഫർട്ടായിട്ട് നിന്ന് സംസാരിക്കുന്നത് അത് ആ ഒരു സ്പിരിറ്റ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ എന്തോ സംഭവിക്കും, അല്ലെങ്കിൽ എൻ്റെ ചുണ്ട് വിറയ്ക്കും, എൻ്റെ മെസ്സേജ് ഞാൻ തപ്പും, ഞാൻ റെഫറൻസ് മറിക്കും, ഞാൻ എടുക്കും, ഞാൻ ആകെ വിയർക്കും, എനിക്ക് വ്യക്തമായിട്ടറിയും ഇതിനകത്ത് അങ്ങനത്തെ ഒരു പണി നടക്കാനുള്ളവരാണ് ഇന്നത്തെ മീറ്റിങ്ങിലുള്ളത്. ഇതിനകത്ത് അന്യഭാഷയുള്ളവരുണ്ട്, പക്ഷെ നിങ്ങൾ കംഫർട്ടാണെന്ന് പറയരുത്. ഇതിനകത്ത് ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്, പക്ഷെ നിങ്ങൾ എല്ലാ അർത്ഥത്തിലും കംഫർട്ടാണെന്ന് പറയരുത്. ഇതിനകത്ത് പല മേഖലകൾക്കകത്ത് റിപ്പയർ ചെയ്യപ്പെടേണ്ട വ്യക്തികളുണ്ട് എന്ന് ദൈവാത്മാവ് വ്യക്തമായി എനിക്ക് ബോധ്യം തരുന്നുണ്ട്. നിങ്ങളുടെ സോൾ പാർട്ടിൽ, നിങ്ങളുടെ മാനസിക തലങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒരു പ്രകാശം വിതറും. അതെന്തിനാ അങ്ങനെ? ഞാൻ ഐ ഓപ്പൺ ആകുന്നത് അവിടാണ് ഡിയർ.
ഞാൻ ഐ ഓപ്പൺ ആകുന്നത് അവിടെ. എൻ്റെ ഐ ഓപ്പൺ, നമ്മുടെ ഇന്നർ മാൻ്റെ, നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ കണ്ണ് തുറക്കണം, തീർച്ചയായിട്ടും തുറക്കണം. അതിനു മുന്നേ ഞാനൊരു വെളിച്ചം എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഈ റൂം ഫുൾ ഞാൻ വൈദ്യുതിവൽക്കരിച്ചിട്ടുണ്ട്, കുറേ ലൈറ്റുകൾ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഇതെല്ലാം അടച്ചിട്ടിട്ട്, ഇതെല്ലാം ഓഫ് ചെയ്തിട്ടിട്ട് എനിക്ക് കണ്ണ് തുറന്ന് കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾ പറയും, എനിക്ക് എന്തെങ്കിലും കാര്യം, എനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവും ഇല്ല. ഇതുപോലെയാണ് നമ്മുടെ സോൾ പാർട്ടിനകത്ത്, നമ്മുടെ മനസ്സിൻ്റെ തലങ്ങൾക്കകത്ത്, വൈകാരിക മണ്ഡലങ്ങൾക്കകത്ത് ഒരു ഡെലിവറൻസ് പ്രാപിക്കാതെ നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ ഉള്ള കുഴപ്പം. വൈകാരിക തലങ്ങൾക്കകത്തൊരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക. മാനസിക തലങ്ങൾക്കകത്തൊരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തു വരും. നിങ്ങളെ കർത്താവ് കാലിബ്രേറ്റ് ചെയ്തെടുക്കും. നിങ്ങളെ പരിശുദ്ധാത്മാവ് ട്യൂൺ ചെയ്ത് പുറത്തെടുക്കും. മാനസിക തലങ്ങൾക്കകത്തൊരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക. അഭിഷേകം ഇല്ലാത്ത ആരും എന്നെ കേൾക്കുന്നില്ല, ദൈവത്തെ അറിയാത്ത ആരും എന്നെ കേൾക്കുന്നില്ല, അന്യഭാഷ എന്തുവാന്നൊന്നും അറിയാത്തതും കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ആരും ഇല്ല. ഒരുപക്ഷെ നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നില്ലായിരിക്കാം, പക്ഷെ അന്യഭാഷ എന്താണെന്ന് കേട്ടിട്ടില്ലാത്തവരൊന്നും ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇന്ന് ആദ്യമായിട്ട് യേശുവിനെ കുറിച്ച് കേൾക്കുന്നവരുണ്ടെന്നും ഞാൻ കരുതുന്നില്ല. നിങ്ങൾക്ക് കർത്താവിൽ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ റിപ്പയർ ചെയ്യുന്ന ഹോളി സ്പിരിറ്റിനെ, നിങ്ങളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന ഹോളി സ്പിരിറ്റിനെ, നിങ്ങളുടെ കംഫർട്ടറിനെ, നിങ്ങൾ കംഫർട്ട് ആകാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ സെക്കൻഡിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അവിടുന്ന് സന്നദ്ധനാണ്. അവിടുന്ന് സന്നദ്ധനാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയവരുടെ മേൽ കേവലം 2 വാക്ക് ഇട്ടുകൊടുത്തിട്ട് എഴുന്നേറ്റ് പോയ ഹോളി സ്പിരിറ്റ് അല്ല ഞാൻ കാണുന്നത്. സഹോദരി, നമ്മൾ എന്തിനാ ഈ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്? പാസ്റ്റർ എന്തോ 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ പ്രസംഗിക്കുന്നു, നമ്മളത് കേട്ടേച്ചും പോകുന്നു. അങ്ങനെ കരുതിയാൽ അങ്ങനെയുള്ളൂ. ഞാൻ എന്തിന് നിങ്ങളെ ശുശ്രൂഷിക്കുന്നു? ഞാൻ വ്യക്തമായിട്ട് പണിയപ്പെടുന്നു എന്ന് എനിക്കറിയാമെന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ എന്തിന് കേൾക്കുന്നു? നിങ്ങൾ ആ മെസ്സേജിനകത്തോടെ നിങ്ങൾ പണിയപ്പെടുമെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. ഒരുമിച്ച് കൂടിയിരുന്നപ്പോ ആത്മാവ് എല്ലാവരുടെ മേലും വന്നു ഒരുപോലെ വന്നേ. എല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പക്ഷെ അതിൽ ഒരുത്തനെ ദൈവം വ്യത്യസ്തമായി റിപ്പയർ ചെയ്തു. അത് പത്രോസിനെയാണ്. കാര്യസ്ഥൻ വന്ന് ഒരുത്തനെ വ്യത്യസ്തമായി പണിതെടുത്തു. ഞാൻ ആത്മാവിൽ ഒരു ദൈവശബ്ദം കൈമാറാം. ഇന്ന് ഈ മീറ്റിംഗ് എല്ലാവരും ഒരുപോലെ അറ്റൻഡ് ചെയ്യുന്നു. എല്ലാവരുടെ മേലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സെക്കൻഡിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കും. പക്ഷേ അതിതീവ്രമാകുന്ന നിലയിൽ പണിയപ്പെടണമെന്ന കൊതിയോടുകൂടെ ഇരിക്കുന്ന ചില പ്രത്യേക ദൗത്യവും പ്രത്യേക നിയോഗങ്ങളും പ്രത്യേക കൃപകളും വരങ്ങളും ഹാൻഡിൽ ചെയ്യാനുള്ള ചിലതിനെ ദൈവാത്മാവ് വ്യത്യസ്തമായ നിലയിൽ പണിതെടുക്കും. ഹല്ലേലൂയ. കാരണം അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവ് എല്ലാവർക്കും പ്രത്യക്ഷമായി, ഓരോരുത്തന്റെ മേൽ പതിയുകയും ചെയ്തു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരുമായി. അവിടെ ഒന്നും ഒരു വ്യത്യാസവും ഇല്ല, അവിടെ അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അടുത്ത വാക്ക് എനിക്കൊന്ന് കേൾക്കണം, നിങ്ങളും അറിയണം. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ. അപ്പോ ഈ വരങ്ങൾ കൊടുക്കുന്നതിനകത്ത് പന്തീരുപക്ഷമൊന്നുമില്ല. പക്ഷേ പകത്ത് ആത്മാവ് ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങളെ ഏൽപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഓരോരുത്തർക്ക് ഓരോ വരങ്ങളെ ഏൽപ്പിക്കുന്നത്. നമ്മൾ അതിനെ വരദാനങ്ങൾ എന്നൊക്കെ പറയും, ഇല്ലേ? അതിനെ ഗിഫ്റ്റ് എന്ന് പറയും, കൃപകൾ എന്ന് പറയും, കൃപാവരം എന്നൊക്കെ പറയുന്നു. പല രീതിയിൽ പലരും പറയാറുണ്ട്. അപ്പൊ ആ ദാനങ്ങൾ പരിശുദ്ധാത്മാവ് ഏൽപ്പിക്കുന്നത് ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ, ഉച്ചരിപ്പാൻ പല ഭാഷകൾ നൽകിയതുപോലെ പലർക്കും പലതാ കൊടുക്കുന്നത്. അപ്പൊ പ്രവൃത്തികൾക്കകത്ത് വളരെ വ്യത്യാസമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾക്കകത്തും പ്രവർത്തന രീതികൾക്കകത്തും വ്യത്യാസമുണ്ട്. ഞാൻ ആ കർത്താവിന്റെ വ്യത്യസ്തമാകുന്ന പ്രവൃത്തികൾ പല പ്രാവശ്യങ്ങളിലായിട്ട് അനുഭവിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. വ്യത്യസ്തമായ രീതികളാണ്.
എന്നാൽ പത്രോസ് എന്ന വ്യക്തിയുടെ മേൽ ചില വരങ്ങളും ചില ഭാഷകളും ചില കൃപകളും ഒക്കെ പകർന്ന കൂട്ടത്തിൽ സ്പെഷ്യലായിട്ട് ചില കാര്യങ്ങൾ പത്രോസിന്റെ സോൾ പാർട്ടിനകത്ത് പരിശുദ്ധാത്മാവ് ആ സമയം ചെയ്തിരുന്നു. ഈ അന്യഭാഷയ്ക്കകത്ത് ഉച്ചരിപ്പാൻ നൽകിയതിനെ പത്രോസ് ആവർത്തിച്ചും പിന്നെയും തന്നെയും താൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് അതിനകത്ത് ജാഗരിച്ച് നിന്നപ്പോൾ പത്രോസ് പോലും നിരീക്ഷിച്ചറിഞ്ഞിട്ടില്ലാത്ത പത്രോസിന്റെ സോൾ പാർട്ടിനകത്ത് കിടന്ന ഒരു ഭയത്തിന്റെ കെണിയെ, ഒരു ഫിയറിനെ ദൈവത്തിൻ്റെ ആത്മാവ് ശാസിച്ചു. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സോൾ പാർട്ടിനകത്ത്, നിങ്ങളുടെ വൈകാരിക തലങ്ങൾക്കകത്ത്, നിങ്ങളുടെ മനസ്സിനകത്ത്, നിങ്ങളുടെ കോൺഷ്യസ്, അൺകോൺഷ്യസ്, സബ് കോൺഷ്യസ് മൈൻഡിനകത്തൊക്കെ മറഞ്ഞ് കിടന്നിട്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന, നിങ്ങളുടെ ലൈഫിനെ ബ്ലോക്ക് ചെയ്യുന്ന, നിങ്ങളെ സ്ട്രഗിൾ ചെയ്യിക്കുന്ന, അറിയാമെന്നുള്ളൊരു കാര്യത്തിലാണെങ്കിൽ പോലും നിങ്ങളെ ഇട്ട് സ്ട്രഗിൾ ചെയ്യുന്ന, നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് വരുമ്പോൾ ഉടനെ നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന ആ ഇരുട്ടിന്റെ ബാധ ഏതാണോ അതിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് സെക്കൻഡിൽ ഒരു ഡെലിവറൻസ് കൽപ്പിക്കുകയാണ്. വിശ്വസിക്കുന്നവന്റെ മേൽ പരിശുദ്ധാത്മാവ് ആ ദൈവത്തിന്റെ ശക്തിയും അഗ്നി പിളർന്ന നാമം പതിക്കട്ടെ. ഓ ഗ്ലോറി, ഹല്ലേലൂയ. അതിനുശേഷം ആ പത്രോസ് എഴുന്നേറ്റ് പല ഭാഷക്കാരുടെ മുമ്പിൽ നിന്നത്. ഞാൻ ആത്മാവിലൊരു ദൂത് പറയാം. പറഞ്ഞു വന്നപ്പോൾ എനിക്ക് അത് അങ്ങനെ അങ്ങോട്ട് കണക്റ്റ് ആവുക. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ അവനെ ദൈവം സ്വന്തം നാട്ടിൽ നിന്ന് പല നാട്ടിലേക്കും, സ്വന്തം ദേശത്തിൽ നിന്ന് പല ദേശത്തേക്കും, സ്വന്തം ഭാഷക്കാരുടെ ഇടയിൽ നിന്ന് പല ഭാഷക്കാരുടെ ഇടയിലേക്കും ദൈവം നിൽക്കുമാറാക്കും. നീ പറയുന്നത് എന്തെന്ന് ശ്രദ്ധിച്ച് കേൾക്കത്തക്ക നിലയിൽ ചില വ്യക്തികൾ നിന്റെ മുമ്പിൽ നിരന്ന് നിൽക്കുകയും ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ഇത് ശുശ്രൂഷയ്ക്കായി കൊതിക്കുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, ഒരു ദൈവ പ്രവർത്തിക്ക് വേണ്ടി കൊതിക്കുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവതരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കാണാൻ ചില വ്യക്തികൾ ഉണ്ടാകുമെന്നാണ് ഞാൻ ആത്മാവിൽ പറഞ്ഞത്. നിങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കാണാൻ ചില വ്യക്തികൾ ഉണ്ടാകുമെന്നാണ് ഞാൻ ആത്മാവിൽ പറയുന്നത്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ, ചെവിയോർത്തിരിക്കാൻ, വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ നോട്ട് ചെയ്യാൻ ചില വ്യക്തികൾ ഉണ്ടാകുമെന്നാണ് ഞാൻ ആത്മാവിൽ പറയുന്നത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ അവനെ ദൈവം വ്യത്യസ്തനാക്കും. ഓ റബാദാസ്യാന്ധരേ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? മക്കളെ അങ്ങനെയൊക്കെ ഒന്ന് നിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ള ശുശ്രൂഷകന്മാരുണ്ടോ? പരിശുദ്ധാത്മാവിനെ ഇൻവൈറ്റ് ചെയ്യുക മാത്രമേ വേണ്ടൂ. ഹല്ലേലൂയ, ബ്ലെസ്സഡ് ബി ദ നെയിം ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്നപ്പോ അടുത്തൊരു ദൂതൂടെ പറയാം. ഓരോ ഭാഷക്കാർ താമസിക്കുന്ന ഓരോ രാജ്യങ്ങളിലേക്ക് പത്രോസും കൂട്ടാളികളും പോയി എന്നല്ല പറയുന്നേ. അഭിഷേകമുള്ളവർ ഇരുന്നടുത്ത് പല ഭാഷക്കാർ വന്നു. ഞാൻ ആത്മാവിൽ ഈ കാര്യം വിവേചിക്കുന്നു. ഞാൻ ആത്മാവിൽ ഈ ദൂതേറ്റെടുക്കുന്നു. അഭിഷേകമുള്ള ദൈവ പൈതലെ, പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുന്ന കുഞ്ഞെ, അല്പസമയം കിട്ടിയ ദൈവസന്നിധിയിൽ പായിട്ടും മുട്ടുമടക്കിയും ഇരിക്കുന്ന കുഞ്ഞെ, കൃപ നിന്റെ മേലുണ്ടോ? നീ ഇരിക്കുന്നിടത്ത് ദൈവം ആവശ്യക്കാരനെ കൊണ്ടുവരും. ദൈവം പഠിക്കാൻ ആഗ്രഹമുള്ളവനെ കൊണ്ടുവരും. ദൈവം സംശയ ദൂരീകരണം നടത്താൻ ആളെ കൊണ്ടുവരും. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ പ്രത്യേകത അത്. നീ ചിലതിനെ തേടി പോകേണ്ടി വരികയല്ല. നീ ഇരിക്കുന്ന ഇടത്ത്, നീ താമസിക്കുന്ന ഇടത്ത്, നിങ്ങൾ പാർക്കുന്ന ഇടത്ത് ദൈവം ആവശ്യക്കാരെ കൊണ്ടുവരും. എന്തിനാ? നമ്മൾ വലുതും അവർ ചെറുതെന്ന് കാണിക്കാനല്ല. ഒരിക്കലും എൻ്റെ വാക്കുകളെ ഒന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. ദൈവം അവരെയും നമ്മളെയും സ്നേഹിക്കുന്നത് കൊണ്ട്, ഹല്ലേലൂയ, അവരെ വിടുവിക്കാൻ വിശ്വസ്തനായ ഒരുവൻ അവിടെ ഉണ്ടെന്ന് കണ്ടാൽ ദൈവം അവിടേക്ക് ആളെ അയക്കും. നമുക്ക് പൊങ്ങച്ചടിക്കാനൊന്നും അല്ല കർത്താവ് കൃപ തരുന്നേ. നമുക്ക് വലിപ്പ ചെറുപ്പം കാണിക്കാനും ഷൈൻ ചെയ്യാനൊന്നും അല്ല കർത്താവ് കൃപ തരുന്നേ. എപ്പോഴോ ഈ പാത്രം കൊള്ളാമെന്ന് കർത്താവ് കണ്ടതുകൊണ്ട് പകർന്നത് മാത്രമേ നമ്മുടെ മേലുള്ളൂ. ഹല്ലേലൂയ. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ
ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തൻ താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വന്നു കഴിഞ്ഞാൽ, ഞാനൊരു കാര്യം പറയാം, നമ്മൾ 3 PhD എടുത്തു വെച്ചാലും 3 ബിരുദമോ ബിരുദാനന്തര ബിരുദമോ എടുത്തു വെച്ചാലും ആരും അമ്പരക്കണമെന്നില്ല. പക്ഷേ ഒരു ബിരുദവും ഇല്ലെങ്കിലും പരിശുദ്ധാത്മാവിൽ ബിരുദം പ്രാപിച്ച ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ നിങ്ങളെ കണ്ട് ചിലർ അമ്പരക്കും. ഇത് നമ്മൾ അതിനു വേണ്ടിയിട്ടൊന്നും നിൽക്കണ്ട. ഇതൊക്കെ ഈ ഹോളി സ്പിരിറ്റ് ഒരു വ്യക്തിയുടെ ലൈഫിൽ വന്നാലുള്ള പ്രത്യേകതകളാണ്. നമ്മൾ എങ്ങനെയോ ജീവിച്ചോട്ടെ മീൻസ് നമ്മൾ ഏത് ലെവലിലോ ജീവിച്ചോട്ടെ, ഭക്തിയോടെ നമ്മൾ ഏത് നിലവാരത്തിലോ ജീവിച്ചോട്ടെ. നമ്മളൊരു മീഡിയം ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ അതിനേക്കാൾ താഴ്ത്തൊരു ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും റിച്ച് ആയിരിക്കാം, പോഷായിരിക്കാം, എങ്ങനെയോ ആയിക്കോട്ടെ. പക്ഷേ ഹോളി സ്പിരിറ്റ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ പണമോ വിദ്യാഭ്യാസമോ ഒന്നുമല്ല അവനെ വ്യത്യസ്തനാക്കി മാറ്റുന്നത്. അവൻ പാർക്കുന്ന വീടോ അവൻ സഞ്ചരിക്കുന്ന കാറോ അതിൻ്റെ ക്ലാസ്സോ ഒന്നുമല്ല അവനെ വ്യത്യസ്തനാക്കി മാറ്റുന്നത്. സാക്ഷാൽ ആകുന്നവനാകുന്നു അവനെ വ്യത്യസ്തനാക്കി മാറ്റുന്നത്. ഹല്ലേലൂയ. സാക്ഷാലാകുന്നവനാകുന്നു അവനെ വ്യത്യസ്തനാക്കി മാറ്റുന്നത്. നിങ്ങൾക്കൊരു വ്യത്യസ്തനാകണമോ, നിങ്ങൾക്കൊരു വ്യത്യസ്തയാകണമോ, നിങ്ങളുടെ തലമുറകൾ ഒരു വ്യത്യസ്തമാകുന്ന അഭിഷേകം ചുമക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്കും മക്കളുടെ ജീവിതത്തിലേക്കും നിങ്ങൾ അനുവദിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട്, ഈ പത്രോസ് എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര ഭീരുവായിരുന്നു. പത്രോസ് എന്ന് പറയുന്ന വ്യക്തി അതിയായ ഭീരുവായിരുന്നു. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് വന്ന് ആദ്യം റിപ്പയർ ചെയ്തത് തൻ്റെ മാനസിക നിലവാരത്തെയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം നമ്മൾ ഒന്നുകൂടെ വായിക്കുകയാണ്. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ, എൻ്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചതല്ല. ഊഹമാ. ഈ അന്യഭാഷ കേൾക്കുമ്പോഴും പറയുന്നവരെയും ഒക്കെ വെച്ച് ഊഹമാ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊന്നും നമുക്ക് പഠിച്ചു പറയാനോ പഠിച്ചു പറഞ്ഞിട്ട് നിലനിൽക്കാനോ കഴിയുന്ന കാര്യങ്ങളല്ല. പഠിച്ചു പറയാനോ പഠിച്ചു പറഞ്ഞ് നിൽക്കാൻ നോക്കിയാൽ നിൽക്കാൻ പറ്റുന്ന കാര്യമല്ല. പറയുന്ന നാവും കൂടെ കത്തിക്കരിഞ്ഞു പോകും ഇതിനെതിരെ. മീൻസ് നമ്മൾ അന്യഭാഷയെ പഠിച്ചു പറയാനോ അല്ലെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ വളച്ചൊടിക്കാൻ ശ്രമിച്ചാൽ പറയുന്ന നാവ് കത്തിപ്പോകും. അത്ര ശക്തിയുള്ളതാണ് എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിന്. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ, സഹോദര ഒന്ന് ശ്രദ്ധിച്ചേ, നമുക്ക് ഊഹാപോഹം കൊണ്ടൊന്നും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ പറ്റത്തില്ല. നമുക്ക് എന്തെങ്കിലും ട്രിക്ക് ഇട്ടൊന്നും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ പറ്റത്തില്ല. നമുക്ക് ആരുടെയെങ്കിലും മേലുള്ളതൊക്കെ പ്രാപിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്കൊരു പകർച്ചയൊക്കെ കിട്ടും. ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട്. പകർച്ചകളിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ശരിയാവണ്ണം നമുക്ക് അന്യഭാഷയിലൊന്ന് നിറയണമെന്നുണ്ടെങ്കിൽ സാക്ഷാലാകുന്നവരിൽ നിന്നുള്ള പകർച്ച നിങ്ങൾ കൊതിക്കുക. ഒരു വ്യക്തി അഭിഷേകമുള്ളൊരു വ്യക്തി കൈവച്ചാൽ നമ്മൾ അഭിഷേകമൊക്കെ പ്രാപിക്കും. പക്ഷെ അഭിഷേകമുള്ളൊരു വ്യക്തി കൈവച്ചാലേ അഭിഷേകം പ്രാപിക്കത്തുള്ളൂ എന്ന് നിർബന്ധം പിടിക്കില്ല. കാരണം നിങ്ങളോട് സംസാരിക്കുന്ന എൻ്റെ മേൽ കൈവെക്കത്തില്ലായിരുന്നു. എൻ്റെ മേൽ കൈവെക്കത്തില്ല. ഞാൻ കൈവെക്കാൻ ഞാൻ യാചിച്ചായിരുന്നു, പക്ഷെ വെക്കത്തില്ലായിരുന്നു. എൻ്റെ മേൽ കൈവെക്കത്തില്ല എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ പറയാൻ പല കാരണങ്ങളായിരുന്നു. എന്നാൽ എൻ്റെ മേൽ കൈവച്ചത് ആരാന്ന് ചോദിച്ചാൽ അതൊരു ഡിവൈൻ ഹാൻഡാണ്. ഞാൻ അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ഡിവൈൻ ഹാൻഡ് നിന്നെ സ്പർശിക്കും. സ്വർഗീയ കരം നിങ്ങളെ സ്പർശിക്കും. നിങ്ങൾ അഭിഷേകം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ അന്യഭാഷകളെ ദൈവത്തെ സ്തുതിക്കാൻ ആഗ്രഹിക്കുന്നു, അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് കൊതിയുണ്ടോ, നിങ്ങൾക്ക് ഈ ഡിവൈൻ പവർ ആസ്വദിക്കണമോ, ഒരു ഡിവൈൻ ഹാൻഡ് നിങ്ങളുടെ മേൽ വരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. നിങ്ങളത് വിശ്വസിച്ചാൽ മതി. അപ്പം നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. അപ്പം അവർ വിചാരിച്ച എന്താ, ഇവർ ഈ 3 മണി സമയത്ത് വീഞ്ഞു കുടിച്ചിട്ടോ മദ്യപിച്ചിട്ടോ ഇവർ ലെക്ക് കെട്ട് എന്തൊക്കെയോ വേണ്ടാതീനം വിളിച്ചു പറയുന്നു. പക്ഷെ ഒരു കാര്യം, ഇവർ പറയുന്നതൊക്കെ ഞങ്ങളുടെ ഭാഷകളിലാണല്ലോ. അപ്പം എനിക്ക് അങ്ങനെയും അങ്ങോട്ട് പറയാൻ വയ്യ. പക്ഷെ ഇവർ ലഹരി പിടിച്ചവരെ പോലെ കാണിക്കുന്നല്ലോ. ഇതെന്തൊരു സംഗതി. അപ്പോഴാ പത്രോസ് പറഞ്ഞത്, നിങ്ങൾ ഊഹിക്കുന്നത് പോലെ
ഞാനൊരു ആത്മാവിലൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരുടെ മുമ്പിൽ വന്ന് നിന്ന് ചിന്തിക്കുന്ന കാര്യം പോലും ഇവിടെ എഴുതി കാണിക്കുന്ന ആത്മാവാണ് ദൈവത്തിൻ്റെ ആത്മാവ്. അതുകൊണ്ടാണ് യേശുവിനെ വഞ്ചിക്കാൻ പറ്റാതെ, യേശുവിനെ കബളിപ്പിക്കാൻ പറ്റാതെ, യേശുവിനെ കൊടുക്കാൻ പറ്റാതെ, കർത്താവ് അനുവദിച്ചു കൊടുത്ത സമയത്തല്ലാതെ കർത്താവിൻ്റെ മേത്ത് കൈവെക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ആ ഡിവൈൻ എക്സ്പീരിയൻസിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു യേശു. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ ഒരു ഡിവൈൻ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് എപ്പോഴും. ഹല്ലേലൂയ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3 മണി നേരമേ ആയിട്ടുള്ളൂവല്ലോ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ. എന്താണ് യോവേൽ പ്രവാചകൻ അരുളി ചെയ്തത്? യോവേലിന്റെ പ്രവചന പുസ്തകത്തിലുമുണ്ട്, ഇതേ അധ്യായത്തിൽ തന്നെ 17-ാമത്തെ വാക്യത്തിലും കിടപ്പുണ്ട്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. ഇത് യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കിടക്കുന്ന വാക്യമാണ്. അന്ത്യകാലത്ത് ദൈവം പകരാൻ ദൈവം തന്നെ അതിയായി ആഗ്രഹിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത്, നിങ്ങൾ ആ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കാൻ കൊതിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ മേൽ പകരാൻ ദൈവത്തിന് തടസ്സമില്ല. നമ്മൾ വിശ്വസിക്കുകയും അതിനൊത്തവണ്ണം നമ്മെ ദൈവസന്നിധിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ, ദാഹിച്ചാൽ കർത്താവ് അത് നമ്മുടെ മേൽ പകരും. ദൈവം അത് നമ്മുടെ മേൽ പകരും. പത്രോസിനെ അതിശക്തനാകുന്ന ഒരു ധീരനാക്കി ദൈവത്തിൻ്റെ ആത്മാവ് മാറ്റിയതിൻ്റെ കാരണം തൻ്റെ സോൾ പാർട്ടിൽ, തൻ്റെ മാനസിക തലങ്ങളിൽ, വൈകാരിക മേഖലകളിൽ ഒരു വിടുതൽ ആ ഒരു ഇമ്പാർട്ടേഷൻ ടൈമിൽ സംഭവിച്ചതുകൊണ്ടാണ്. കാരണം പത്രോസ് ഒരു ഭീരുവായിരുന്നു. നമുക്ക് യേശു കർത്താവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന സന്ദർഭത്തിലും ന്യായവിസ്താര സന്ദർഭങ്ങളിലൊക്കെ പത്രോസ് ഒളിച്ചു മാറിയും അവിടുത്തെ ഒരു ശിഷ്യയുടെ അടുത്ത് കള്ളം പറഞ്ഞും യേശുവിനെ തള്ളിപ്പറഞ്ഞും പ്രാഗിയും ഒക്കെ പത്രോസ് തൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി ഭയപ്പെട്ടും വെപ്രാളപ്പെട്ടും ഒക്കെ കാട്ടിക്കൂട്ടിയ സംഭവങ്ങളൊക്കെ നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. സോ അത് ഒരു ഭീരുവായിരുന്നു, ഭയമായിരുന്നു, ഭയങ്കര ഭയമായിരുന്നു. എന്നാൽ തന്നെ മാറ്റിയെടുക്കുവാൻ ദൈവം തീരുമാനിച്ചത് കൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ തൻ്റെ മേൽ അയച്ചതും. ആ ഒരു ഇമ്പാർട്ടേഷൻ ടൈമിൽ ഈ ഒരു സോൾ പാർട്ടിൽ ഒരു റിപ്പയർ ദൈവം നടത്തിയതും. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന തകർന്ന ഹൃദയങ്ങളുണ്ടെങ്കിൽ, തകർന്ന മനസ്സുണ്ടെങ്കിൽ, വിഷണ്ണ മനസ്സുകളുണ്ടെങ്കിൽ, ബ്രോക്കൺ ഹാർട്ട്സ്, തകർന്നുപോയ ഹൃദയങ്ങളുണ്ടെങ്കിൽ, തകർന്നുപോയ വിള്ളലും പൊള്ളലുമേറ്റ മനസ്സ് ഉള്ളവരുണ്ടെങ്കിൽ, മനോഭാവങ്ങളുള്ളവരുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തെ, പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളെ പൊള്ളലേൽപ്പിച്ച ആത്മാവ് താനെ നിങ്ങളെ വിട്ടുമാറും. നിങ്ങളെ ഭയപ്പെടുത്തുന്നതാണെങ്കിലും നിങ്ങളെ പരാജയപ്പെടുത്തുന്നതാണെങ്കിലും ഈ ഭയത്തിൻ്റെ സ്പിരിറ്റ് ഒരു വ്യക്തിയിൽ കയറുന്നതിന് വേറെ ഒരു ഉദ്ദേശവും ഇല്ല, നിങ്ങളെ ഒരു തികഞ്ഞ പരാജിതനാക്കുക. ഭയത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ കടക്കുന്നതിൻ്റെ പിന്നിൽ ഒറ്റ ഒരു അജണ്ടയേ ഉള്ളൂ, നിങ്ങളെ തികഞ്ഞ ഒരു പരാജിതനാക്കുക. എന്തിനെ പേടിച്ചാലും, മനുഷ്യനെ പേടിച്ചാലും, പാമ്പിനെ പേടിച്ചാലും, പിശാചിനെ പേടിച്ചാലും ഇതേ ഉള്ളൂ ഉദ്ദേശം, തികഞ്ഞ പരാജിതനാക്കി മാറ്റുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബ്ലെസ്സിങ് വരുന്ന സന്ദർഭത്തിലായിരിക്കും ഈ ഭയത്തിൻ്റെ ആത്മാവ് ചാടിക്കയറുന്നത്. അല്ലെങ്കിൽ കയറുന്നതല്ല, കയറിയിട്ട് പ്രവർത്തിക്കുന്നത്. ഓൾറെഡി ആ സ്പിരിറ്റ് നമ്മിൽ തന്നെ ഇരിക്കും, എപ്പോഴും പുറത്ത് വരണമെന്നില്ല. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അവതരിപ്പിക്കേണ്ട ഒരു സന്ദർഭത്തിൽ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മുടെ കഴിവ് നമ്മൾ വെളിപ്പെടുത്തേണ്ട സന്ദർഭത്തിലായിരിക്കും ഈ സ്പിരിറ്റ് ഉണർന്ന് പുറത്തേക്ക് വരുന്നത്. എന്നാൽ പത്രോസിൻ്റെ മേലൊരു ആത്മപകർച്ച വന്നപ്പോൾ
ദൈവത്തിൻ്റെ ആത്മാവ് സഡൻലി റിപ്പയർ ചെയ്തത് തൻ്റെ ആ മേഖലയാണ്. കാരണം ഇനി നീ നിന്നെ പുറകിലേക്ക് വലിച്ചു നിർത്താനുള്ളവനല്ല. ഇനി നീ എന്നെ സാക്ഷീകരിക്കേണ്ടവനാണ്. ഇനി നീ എന്നെ ശുശ്രൂഷിക്കേണ്ടവനാണ്. ഇനി നീ എന്നെ പ്രസംഗിക്കേണ്ടവനാണ്. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? ഇതുപോലെയായിരുന്നു പൗലോസിൻ്റെയും കാര്യം. അപ്പോസ്തല പ്രവൃത്തികളിൽ 9-ാമത്തെ അധ്യായത്തിൽ നോക്കുമ്പോൾ ക്രിസ്ത്യാനികളെ തല്ലിച്ചതയ്ക്കുന്നൊരു മനുഷ്യനായിരുന്നു. അവിടുന്ന് താൻ തികഞ്ഞ മനുഷ്യ സ്നേഹിയാക്കി ദൈവം മാറ്റിയതിൻ്റെ പിന്നിലും ഇതുപോലൊരു ഇമ്പാർട്ടേഷനാണ്. ഞാൻ എൻ്റെ മെസ്സേജ് ഇവിടെ നിർത്തുകയാണ്. നിങ്ങളിൽ പരിശുദ്ധാത്മാവിനായി കൊതിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സെക്കൻഡിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. പരിശുദ്ധാത്മാവിനായി കൊതിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഹോളി സ്പിരിറ്റിനിൽ നിന്ന്, കർത്താവിൽ നിന്ന് നിങ്ങൾക്കൊരു ഇമ്പാർട്ടേഷൻ ആവശ്യമാണെങ്കിൽ, റസലെ ബക്കസ, നിങ്ങൾക്കൊന്ന് റിപ്പയർ ചെയ്യപ്പെടണം. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്കൊന്ന് നവീകരിക്കണം. നിങ്ങൾക്കൊരു പുതിയ അഭിഷേകം വേണം. നിങ്ങൾക്ക് ചിലതിനെയൊക്കെ ജയിക്കണം. നിങ്ങൾക്കൊരു വിടുതൽ വേണം. നിങ്ങളുടെ കഴിവുകൾ വലുതാണ്, പക്ഷേ നിങ്ങൾക്കത് അങ്ങോട്ട് ആ കഴിവിനെ പൂർണ്ണമായിട്ട് പുറത്തെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ, നിങ്ങൾ എവിടെയെങ്കിലും ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, റൈറ്റ് നൗ പരിശുദ്ധാത്മാവുമായി സഹകരിക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ ഒരു ഡെലിവറൻസ് ഇപ്പോൾ സംഭവിക്കുന്നു. നിങ്ങൾ എവിടെ ഇരുന്നാണ് വിശ്വാസത്തോടെ ഈ സാന്നിധ്യത്തെ നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിലും, ഒരു രോഗമിട്ടാണ് നിങ്ങളെ അലട്ടുന്നതെങ്കിലും, ഒരു ശാപവാക്കാണ് നിങ്ങൾക്ക് ഭയത്തിൻ്റെ കാരണമെങ്കിലും, നിങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കുറിച്ചോ ഒക്കെ പറഞ്ഞൊരു ശാപവാക്ക് അതാണ് നിങ്ങളുടെ ഭയത്തിൻ്റെ കാരണമെങ്കിലും, തുടർച്ചയായി ഉണ്ടായ പരാജയമാണ് നിങ്ങളുടെ ഭയത്തിൻ്റെ കാരണമെങ്കിലും, എന്താണോ നിങ്ങളെ ഭരിക്കുന്നത്, എന്തൊന്നാണോ നിങ്ങളെ ഭരിക്കുന്നത്, അതിന്മേൽ പരിശുദ്ധാത്മാവ് ഒരു ഹീലിംഗ് നൽകാൻ ആഗ്രഹിക്കുന്നു. ആ ഡിവൈൻ പവർ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സമർപ്പിക്കുക. ആ ഡിവൈൻ പവർ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സമർപ്പിക്കുക. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആ ദൈവശക്തി റിലീസ് ചെയ്യുന്നു. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആ ദൈവശക്തി റിലീസ് ചെയ്യുന്നു. ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ദൈവശക്തി റിലീസ് ചെയ്യുന്നു. Fire. Oh, in the name of Jesus. Wow. Rasete mako shetele bako. Wow, അസാധാരണമായ ദൈവശക്തി ആഞ്ഞടിക്കുന്നുണ്ട്. അസാധാരണമായ ദൈവശക്തി ആഞ്ഞടിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവരുടെ മേലൊരു ഹെവൻലി എൻകൗണ്ടർ, ഒരു സ്വർഗീയമാകുന്ന ഒരു കൂട്ടിമുട്ടൽ ഉണ്ടാകട്ടെ, ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകട്ടെ. നിങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുന്ന സകല സാത്താനിക അജണ്ടകളും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകുന്നു. In the name of Jesus. In the name of Jesus. നിങ്ങളുടെ പുറകെ കൂടി നിങ്ങളെ പരാജയപ്പെടുത്തുന്നത് എന്തോ അതിന്മേൽ ഈ ദൈവശക്തി പ്രവർത്തിക്കാൻ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പുറകെ കൂടി നിങ്ങളെ ഒരു വല്ലാത്ത വ്യക്തിയാക്കി തീർക്കുന്ന, നിങ്ങളൊരു പരാജിതനാക്കി മാറ്റുന്ന, നിന്ദാപാത്രമാക്കി തീർക്കുന്ന, പരിഹസിക്കുന്ന എന്തൊന്നോ അതിന്റെ മേൽ ഈ ദൈവശക്തി ഡീൽ ചെയ്യുന്നു. ഈ സെക്കൻഡിൽ അത് വിശ്വസിക്കുന്നവന്റെ മേൽ the power of the Holy Ghost. In the name of Jesus. Fire, 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 fire. നിങ്ങളുടെ കൺമുമ്പിൽ ഒരു പരാജയത്തെ കാണിച്ചിട്ട് ആ പരാജയം ഇനി ഒരിക്കലും വിജയമായി കൺവേർട്ട് ചെയ്യത്തില്ല എന്ന് വാദിക്കുന്ന ശബ്ദങ്ങൾക്ക് നേരെ ഈ സെക്കൻഡിൽ യേശുവിന്റെ നാമത്തിലെ പാരമ്പര്യത്തെ ചുരുട്ടുന്നു. ആവർത്തനങ്ങളെ ക്യാൻസൽ ചെയ്യുന്നു. നിങ്ങളുടെ കൺമുമ്പിൽ ഒന്ന് കാണിച്ചിട്ടാ നിന്നോട് വെല്ലുവിളിയെങ്കിൽ, നിങ്ങളുടെ കൺമുന്നിൽ ഒന്ന് കാണിച്ചിട്ട് ആത്മാവ് എന്നോട് വ്യക്തമായി പറയുന്നല്ലോ, ചൂണ്ടുന്നല്ലോ. ആഹാബിന്റെ ഈസബേൽ
ഏലിയാവിന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, എടാ നാളെ ഈ നേരം ദേ ഞങ്ങളുടെ ആൾക്കാർ വീണ് കിടക്കുന്നത് പോലെ നിന്നെയും നിന്റെ ആൾക്കാരെയും ഞാൻ വീഴിക്കും. നാളെ നിന്റെ ഗതി ഇത് തന്നെ ആയിരിക്കും. കമാൺ, നാളെ നിന്റെ ഗതി ഇത് തന്നെ ആയിരിക്കും എന്ന് ഇസബേല് പറഞ്ഞപ്പോ അല്പമൊന്ന് ചുരുണ്ടായിരുന്നു ഏലിയാവ്. പക്ഷേ എന്റെ ദൈവം രാത്രിക്ക് രാത്രി തട്ടി ഉണർത്തി തന്നോട് പറഞ്ഞു, നീ ഇവിടെയും ചൂരച്ചെടിയുടെ കീഴിലും ഗുഹയ്ക്കകത്തൊന്ന് കയറിയിരിക്കാനുള്ളതല്ല, നിന്റെ മേൽ ആരുടെ ആത്മാവായി ഇരിക്കുന്നെന്ന് വെളിപ്പെടുത്തടാ. നിന്റെ മേൽ ആരുടെ ആത്മാവാണ്? യേശുവിന്റെ നാമത്തിൽ അത് തന്നെ ആത്മാവ് ഇവിടെയും വെളിപ്പെടുത്തുന്നു. ചിലരൊക്കെ നിങ്ങളെ കുറിച്ച് പറഞ്ഞ നെഗറ്റീവ് വാക്കുകൾ നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ, ചിലതിനെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങൾക്ക് നേരെ വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ടെങ്കിൽ, സമയവും കാലവും ഒക്കെ എഴുതി കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ, പകരം വീട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭീഷണി മുഴക്കിയിട്ടുണ്ടെങ്കിൽ, നടത്തുകയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവത്രേ. ഓ ഹല്ലേലൂയ. അസാധാരണമായി പരിശുദ്ധാത്മാവ് ചിലരുടെ അഭിഷേകത്തെ ഉണർത്തുകയാണ്. ഏലിയാവേ, ഒരു ഇസബേലിന്റെ വാക്ക് കേട്ട് നീ നിന്റെ അഭിഷേകവും ദൈവശക്തിയും മറന്നുപോയോ? ഒരു വാക്ക് കേട്ട്, ഒരു ഭീഷണി സ്വരം കേട്ട് നിന്റെ അഭിഷേകം ചോർന്നുപോയോ? നോ, അഭിഷേകമല്ല ചോർന്നത്, മാനസിക നിലവാരത്തിലാണ് ബന്ധനം വീണത്. മാനസിക നിലയാണ് തെറ്റിപ്പോയത്. കർത്താവിന് വേണ്ടി നിൽക്കണമെന്നുള്ള മനസ്സിന്റെ ചിന്തയിൽ നിന്ന് ഇസബേലിന്റെ വാക്കിന് കീഴ്പ്പെടുക എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് താൻ താഴ്ന്നുപോയി. അപ്പൊ ഹോളി സ്പിരിറ്റ് വന്നാൽ വീണ്ടും വീണ്ടും കൊണ്ട് അഭിഷേകം പകർന്നിട്ട് കാര്യമില്ല. ഹോളി സ്പിരിറ്റ് വന്ന് ആ ഭയത്തെ ശാസിച്ചാലേ നിന്നെ ദൈവം പുറത്തെടുത്തോണ്ടിരിക്കുക. നിന്നെ ദൈവം ഭയത്തിന്റെ കെണിന്ന് പുറത്തെടുത്തോണ്ടിരിക്കുക. നിന്നെ ദൈവം ഭയത്തിന്റെ കെണിന്ന് പുറത്തെടുത്തോണ്ടിരിക്കുക. നിന്നെ ദൈവം ഭീഷണിക്കകത്തുനിന്ന് പുറത്തെടുത്തോണ്ടിരിക്കുക. നിന്റെ നേരെ വിരലഞ്ഞൊടിച്ചു പറഞ്ഞ വാക്കിന്റെ ബന്ധനത്തിൽ നിന്ന് പുറത്തെടുത്തോണ്ടിരിക്കുക. നിന്റെ മേൽ നോക്കി നിരൂപിച്ച ചില ദുരാലോചനകളെ ദൈവം ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. സമർപ്പിച്ചേ. താങ്ക് യു ലോർഡ്. പിതാവേ, ഞാൻ ഈ ജനത്തെ അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യവും ശക്തിയും ഞങ്ങളുടെ മേൽ അളവില്ലാതെ പകർന്നല്ലോ. കേൾപ്പിച്ചതായ തിരുവെഴുത്തിനായി നന്ദി പറയുന്നു. സാധാരണമാകുന്നൊരു വിടുതൽ ഇന്നിതിനകത്ത് ദൈവം നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. ആഴമേറിയ ഒരു ദൈവപ്രവൃത്തി ഇതിനകത്ത് പരിശുദ്ധാത്മാവ് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. വലിയൊരു ദൈവിക ആനന്ദം ഞങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് പകർന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ ഭയത്തെയും അവിടുന്ന് ശാസിച്ച് പുറന്തള്ളിയതിനായി നന്ദി പറയുന്നു. ശുശ്രൂഷയിലുള്ളവരെയും അഭിഷേകത്തിൽ കൊതിക്കുന്നവരെയും ഒരുപോലെ ഇന്ന് ദൈവം സ്പർശിച്ചതിനായി സ്തോത്രം. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗാത്മാവും ജനത്തിൻ്റെ ശരീരം വിട്ടുമാറി ഒരു ഹീലിംഗ് ഉണ്ടാകട്ടെ. ഡിവൈൻ ഹീലിംഗ് ഞാൻ ഇപ്പോൾ തന്നെ ഡിക്ലെയർ ചെയ്യുന്നു. വിശ്വസിക്കുന്നവരുടെ മേൽ അത് വ്യാപരിക്കട്ടെ കർത്താവേ. എല്ലാ മാനവും മഹത്വവും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നമുക്ക് അടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി കാണാം. അതുവരെ നമുക്ക് പ്രാർത്ഥനയിൽ ഒരുമിച്ച് നമുക്ക് കണക്റ്റായിരിക്കാം. ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ നമ്പറിൽ രേഖപ്പെടുത്താം. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഗോഡ്